പന്നി കഴിക്കില്ല, കൃതാവ് ആണുങ്ങൾ വെട്ടാൻ പാടില്ല, പെണ്ണുങ്ങളാണെങ്കിൽ മുടി മറയ്ക്കണം, വായിക്കുന്നതാകട്ടെ ബൈബിള്. പക്ഷേ മുസ്ലിമല്ല, ക്രിസ്ത്യാനിയല്ല, ജൂതനുമല്ല. അപ്പോൾ ആര്? 1960കളിൽ പെറുവിൽ ഇക്യുവനൽ അത്തക്കോസി ഗമോനൽ ആരംഭിച്ച ഒരു പ്രത്യേക മതപ്രസ്ഥാനമാണ് ഇസ്രായേലിത്ത. ദൈവിക വിളി ലഭിച്ചുവെന്നും താൻ നബിയാണെന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ അനുയായികളെ പുതിയ നിയമത്തിലെ ഇസ്രായേൽ ജനത എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ആൻഡിയൻ മലനിര പ്രദേശങ്ങളിൽ നിന്ന് ആരംഭിച്ച ഈ പ്രസ്ഥാനം പിന്നീട് ആമസോൺ മേഖലയിലേക്കും പ്രത്യേകിച്ച് ഇക്കിത്തോസ് പോലുള്ള പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു. ഇവർ ബൈബിളിലെ പഴയ നിയമം കർശനമായി പാലിക്കുന്നു. ശനിയാഴ്ച ശബത്ത് ആചരിക്കൽ, ലാളിത്യ വസ്ത്രധാരണം, മദ്യപാനവും പുകവലിയും പന്നി മാംസവും ഒഴിവാക്കൽ നിർബന്ധമാണ്. പുരുഷന്മാർ സാധാരണയായി മുടി മറയ്ക്കാറില്ല. സ്ത്രീകൾ തലമുടി മൂടുകയും നീളം കൂടിയ വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നു. ഈ മതപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് FREPAP. ഈ ഇസ്രായേലിത മതപ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ വിഭാഗമായാണ് ഇത് രൂപീകരിക്കപ്പെട്ടത്. സമയം രാവിലെ 5 മണി. വെളുപ്പാങ്കാലത്ത് കോഴി പോലും കൂവുന്നില്ല. ആ സമയത്ത് രാവിലെ ഈ ഉറക്കത്തിൽ ഞാൻ എണീറ്റ് ഒരു സ്ഥലത്തോട്ട് പോവാണ്. Buenos días, Marcela. Buenos días. Good morning. ഇതാണ് എൻ്റെ ഹോസ്റ്റിൻ്റെ വീട് ഈ കാണുന്ന സ്ഥലത്താണ് കേട്ടോ. ഓക്കെ, ഗ്രാസിയാസ്, അഡിയോസ്. ഞാൻ രാവിലെ എന്നെ ബസ് എടുത്തിട്ട് പോവാണ്. രാവിലെ ഞാൻ ബസ് ഇറങ്ങി വന്നു. ഇവിടെ എല്ലാവരും ഇതൊക്കെ കുടിച്ചിട്ട് കിടക്കുവാണ് ഇവിടെ. ഞാനങ്ങനെ വീട്ടിൽ വന്നു. തുറക്കുമോ നോക്കട്ടെ. Buenos días. Mi hermano. Buenos, hermano. ¿Cómo está mi hermano? Ya, bien, bien, bien. ഇതാണ് നമ്മുടെ അപ്പൂപ്പൻ. La señora no venía. Señora no, señora casa. Mi amiga casa. Ya. Dormido. Ya traído por ahí. Mi bus. Ya, sí. ഏകദേശം 60 വർഷം മാത്രം പഴക്കമുള്ള ഒരു ഇസ്രായേലിത്ത എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനാണ് ഞാനിങ്ങനെ രാവിലെ വന്ന് നിൽക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇവരെ കണ്ടുപിടിക്കുക, കഴിഞ്ഞ ദിവസമല്ല, ഒരാഴ്ച ആയിട്ട് ഇവരെ കണ്ടുപിടിക്കാൻ, ഇവരുടെ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് ഞാൻ കുറേ നടക്കുവാണ്. അവസാനം ഇന്നലെ മോട്ടോർ ബൈക്കിൽ എൻ്റെ സുഹൃത്ത് കൊണ്ട് ഇവരെ കണ്ടെത്തി. അങ്ങനെ ഞാൻ ഇവരുടെ വീട്ടിൽ വന്നു. ഇന്നലെ സംസാരിച്ചു. ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. ഇന്ന് ഇവരുടെ വർക്കൊന്നും ചെയ്യാത്ത ഒരു ഹോളി ദിവസമാണ്. അപ്പോൾ അന്ന് ഇവർക്കൊരു പള്ളിയിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അതിനൊക്കെ എനിക്ക് പോകണം. ഇവരുടെ മുടിയൊക്കെ കണ്ടോ? മുടി ഇവരൊരിക്കലും വെട്ടില്ല, കൃതാവ് വെട്ടില്ല. സ്ത്രീകളാണെങ്കിൽ ലോങ് ഡ്രസ്സ് ധരിക്കും, മുടി മറയ്ക്കും. Buenos días. ¿Vino para acá? Sí. Mi todo el mundo viajando. Viajando. Sí. Qué bien, mi hermano, qué bien. ¿Ha llegado a la casa de Dios? Sí. രാവിലെ തന്നെ എനിക്ക് കുറേ ദൈവവചനമൊക്കെ പറഞ്ഞു തരുവാണ് പഠിച്ചവനെ. അപ്പോൾ കുറേ ദൈവവചനം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരുടെ ബുക്ക് ഏതാണെന്ന്. ഇവർ ഫോളോ ചെയ്യുന്നത് ബൈബിൾ തന്നെയാണ്. പഴയ ടെസ്റ്റ്മെൻറ്റും പുതിയ ടെസ്റ്റ്മെൻറ്റും തന്നെയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. കുറേ പഴയ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ കുറേ നിയമങ്ങൾ ജൂതമതവുമായിട്ടും നമ്മുടെ ഇസ്ലാം മതവുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതായത് പുരുഷന്മാർ താടി രോമങ്ങളൊന്നും കട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇതുപോലെ താടിയും കൃതാവും എല്ലാം ഉള്ളത്. സ്ത്രീകൾ തലമറയ്ക്കും. ഇപ്പം ജ്യോതിഷത്തിലാണെങ്കിൽ സ്ത്രീകൾ കല്യാണം കഴിച്ചാൽ തലമറച്ചാൽ മതി. ഇസ്ലാമിലാണെങ്കിൽ പ്രായപൂർത്തിയായാൽ തലമറച്ചാൽ മതി. ഇവരെനിക്ക് തോന്നുന്നു കൊച്ചിലെ തന്നെ കുട്ടികൾ തലമറയ്ക്കും, പെൺകുട്ടികൾ. നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ എത്ര രാത്രി മോശമായിട്ട് കിടന്നാലും ആളുകൾ വൃത്തികേടാക്കിയാലും രാവിലെ ആകുമ്പോൾ ഇവിടെ ഒരു കൂട്ടം ആളുകൾ വന്ന് ക്ലീൻ ചെയ്യും. നമ്മളിനി ഇവരുടെ ഇഗ്ലേഷ്യ ചർച്ചിലോട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മുടെ വേറെ ഒരാളും കൂടെ ഉണ്ടല്ലോ. ഇതും ഇവരുടെ മതത്തിലെ എനിക്കൊന്നു വലിയൊരാളാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ബസ് കയറി എങ്ങോട്ടോ പോവുക. രാവിലെ ഇവിടുത്തെ മാർക്കറ്റിലെ തിരക്കൊക്കെ ഇറങ്ങി പ്രാർത്ഥനയ്ക്കായിട്ട് പള്ളിയിലോട്ട് പോവാണ്. ഇവിടെ രാവിലെ ഓരോ ആളുകളായിട്ട് വരുന്നുണ്ട്.
Digo, de la India. De la India. Ah, corrió Gandhi. Llegó a la casa. ഇവിടെ എന്തോ നടക്കുവാണല്ലോ. വാ, ഇതുവരുടെ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ എന്തോ ആണ്. എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ പേര് രാവിലെ തന്നെ എണീറ്റ് ഇവിടുന്ന് ഡ്രസ്സൊക്കെ മാറുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു കുറേ പേര് ഇവിടെ തന്നെ കിടന്നുറങ്ങിയവരാണ്. ഇവിടെയൊക്കെ ആളുകൾ കിടന്നുറങ്ങുവാണ് കേട്ടോ, രാവിലെ എണീക്കുവാണ്. ഈ കാണുന്നതാണ് ഇവരുടെ പള്ളി. പള്ളിയുടെ മുന്നിൽ നിന്ന് ആളുകൾ പ്രാർത്ഥന നടത്തുവാണ്. ഇവിടെ ഓരോ ആളുകൾ വന്ന് കുമ്പിട്ട് നിൽക്കുവാണ്. ചില ആളുകൾ അവിടെ കാണിക്ക ഇടുന്നുണ്ട്. ഇവരാളുകൾ വന്നിട്ട് 3 പ്രാവശ്യം ഇങ്ങനെ തല താഴ്ത്തി കുമ്പിടും കേട്ടോ. അങ്ങനെയാണ് ഇവരുടെ പ്രാർത്ഥനാ രീതി. വരുന്നവരെല്ലാവരും ആദ്യം ചെയ്യുന്ന കാഴ്ച അതാണ്. ഇവിടെ വരുന്നവരെല്ലാവരും എന്തോ ഇവരുടെ കയ്യിൽ കണ്ടില്ലേ, ഇവരുടെ പ്രാർത്ഥനാ ബുക്ക് നമ്മുടെ ബൈബിള് തന്നെയാണ്, ബിബിലിക്ക. പഴയ നിയമം ഉള്ളതാണ് കൂടുതലും. പഴയ നിയമവും പുതിയ നിയമവും ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം നിന്നു. ഇനി മുട്ടിലിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. Sea tu nombre, venga tu reino, sea hecha tu voluntad como en el cielo, así también en la tierra. Danos hoy nuestro pan cotidiano y perdona nuestras deudas, como nosotros también perdonamos a nuestros. ഇവിടെ കുറേ ആൾക്കാർ വേറെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. Cuando todo Israel se presente delante del Señor en el lugar que Él haya elegido, leerás en voz alta esta ley en presencia de todo Israel. Reúne al pueblo, hombres, al hermano Joel Ríos, diácono. എനിക്കൊന്ന് പുള്ളിക്കാരൻ Así മതം es, സ്വീകരിക്കാൻ വേണ്ടി hermanos, വന്നതാണ്. pues como dice Nehemías 8:8, leían el libro de la ley claramente, de modo que ponían el sentido. Así es que seamos conscientes pues de nuestros actos. De la ley de Dios. Santiago capítulo 2,
versículo 8, el cual mandó poner por obra las 10 palabras. Deuteronomio capítulo 4, versículo 13. Segunda de Corintios capítulo 3, versículos 3, 7 y 9. Primer mandamiento de la ley de Dios. A Jehová tu Dios temerás, hijo, ni tu hija, ni tu siervo. ഇവരുടെ റിലീജിയനിലെ ഏകദേശം ഒരു 10 നിയമങ്ങളുണ്ട്. അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ പറയുന്നത് ദ റോയൽ ലോ എന്നാണ് കേട്ടോ. അവരുടെ പ്രധാനപ്പെട്ട 10 വലിയ നിയമങ്ങൾ. അതാണ് ഈ കാണുന്ന നിയമങ്ങൾ കേട്ടോ അവിടെ എഴുതി വച്ചിരിക്കുന്നത്. Ni tu criada, ni tu bestia, ni tu extranjero que está dentro de tus puertas. Porque en 6 días hizo Jehová los cielos y la tierra, la mar y todas las cosas que en ellos hay. Y reposó en el 7º día. Por tanto Jehová bendijo el día del reposo y lo santificó. Guardarán pues los hijos de Israel, celebrándolo por sus edades, por pacto perpetuo. Amén. Sea bienvenido a esta humilde restauración. Somos todos tus amigos, ഇനി ഇവിടെ പ്രീച്ചിങ് സെക്ഷൻ നടക്കുവാണ്. അയ്യോ, അകത്തിരുന്നായിരുന്നു ഞാൻ. അയ്യോ കേട്ടോ, കുറേ നേരമായിട്ട് അകത്ത് തന്നെയാണ്. നമ്മളിനി ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണ്. ഇവിടെ എത്ര ആൾക്കാരെ നോക്കിക്കുക. ഇവരുടെ കമ്മ്യൂണിറ്റി മെമ്പർ ചെറുതല്ല കേട്ടോ, ഭയങ്കര വലുതാണ്. 60 വർഷമായിട്ടുള്ള ഈ ഒരു മതത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയുടെ ആളുകൾ നോക്കിക്കുക. ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ആളുകൾ നിൽക്കുകയാണ്. ഇവിടെ ക്യൂ ആണ് കേട്ടോ. ഇവിടെ കുറേ ആളുകളുണ്ടല്ലോ ഇവിടെ. ഇവിടെ ക്യൂ നോക്കിക്കേ, കുറേ ക്യൂ ഉണ്ട് കേട്ടോ ആളുകൾ. എനിക്കൊന്ന് ഇന്ന് വൈകുന്നേരം വരെ എന്തോ ഇവിടെ പ്രോഗ്രാം എന്തോ ഉണ്ട്. നോ പൊക്കിതോ ഇവിടെ നമ്മുടെ സൂപ്പ്, പിന്നെ ഈ കാണുന്നത് മക്കറോണിയാണോ, മക്കറോണി, പിന്നെ എന്തൊക്കെ ഇൻഡസ്ട്രീനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ബീഫാണ്. ഇവർ പോർക്ക് കഴിക്കൂല അങ്ങനെ. സ്പെഷ്യലി ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ദൈവം 6 ദിവസം എടുത്തിട്ടാണ് ലോകം ഉണ്ടാക്കിയത്. 7ാമത്തെ ദിവസം ദൈവം 6 ദിവസം കൊണ്ടുണ്ടാക്കിയിട്ട് 7ാമത്തെ ദിവസം വിശ്രമിച്ചു. അതിൻ്റെ പേരിലാണ് ഇവർ 7ാമത്തെ ദിവസം വിശ്രമിക്കുന്നത്. ഇവർ സാറ്റർഡേ ജോലിയൊന്നും ചെയ്യൂല, ജോലിക്കൊന്നും പോകില്ല. വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ഇവരുടെ സബാത്ത് പോലെ തുടങ്ങും. വെള്ളിയാഴ്ച വൈകുന്നേരം പ്രാർത്ഥന, ഇവർ ഭക്ഷണം കഴിപ്പ്. പിന്നെ ശനിയാഴ്ച കൂട്ടപ്രാർത്ഥന, സംഗീതം. പ്രൊവേച്ചോ? Hola. Hola, hola. Bueno. Perú. 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 Muchas gracias. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. ഇവർ സ്റ്റേജിൽ എന്നെ മാഹീൻ എന്നൊക്കെ പറഞ്ഞു. മാഹീനെ എന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞു കേട്ടോ. എന്നെ സ്റ്റേജിൽ നിന്നിട്ട് എല്ലാവരും ക്ലാപ്പൊക്കെ അടിച്ചു. En la India hay hermandad y esta es comunidad, la congregación de nosotros. ഇസ്രായേലിൽ ഇന്ത്യയിൽ ഇവരുടെ കമ്മ്യൂണിറ്റിക്കാരുണ്ടോ എന്നാണ് കേട്ടോ ചോദിക്കുന്നത്.
ഇതാണ് ഇവിടുത്തെ ഒരു ഓറഞ്ച് പാഷൻ ഫ്രൂട്ട് ജ്യൂസ്. ഈ കാണുന്ന ഫ്ലാഗ് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ മീനിന്റെ പടമുള്ള ഇത് ഇവരുടെ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഈ മതത്തിന്റെ നേതാവ് ഫൗണ്ട് ചെയ്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവരുടെ പാർട്ടിയുടെ ചിഹ്നമാണ് മീന് വെള്ളക്കൊടി. എന്നെ കൊണ്ട് ഇനി ഉള്ളിലോട്ട് കയറുവാണോ പടച്ചവനെ? ബോറടിച്ച് ചാവുന്ന കേട്ടോ അതിന്റെ തീർന്ന്. ഫുള്ള് പ്രീച്ചിങ് ആണ്. ഇവരുടെ ഈ കാണുന്ന പള്ളിയിൽ നിന്ന് ഞാൻ വിട പറയുവാണ്. ഞാൻ പോവുകയാണ് കേട്ടോ. ഇത് ഇന്ന് ഇവർ വൈകുന്നേരം 6 മണി വരെ ഇവർ ഈ ഫുള്ള് പ്രോഗ്രാം നടത്തും. ഞാൻ പോയിട്ട് വൈകുന്നേരം വരാമെന്ന് വിചാരിച്ചു. ഇതാണ് താണ്ട ഇവരുടെ മീനിന്റെ ഫ്ലാഗ് കണ്ടോ. ഇവരുടെ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഇതും 1900 കാലത്ത് 60 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു ഇതാണ്. വലിയ സീറ്റൊന്നുമില്ല. സീറ്റുണ്ട്, ഇവർക്ക് കുറച്ച് സീറ്റുണ്ട്, എന്നാലും വലിയ സംഭവമൊന്നും അല്ല കേട്ടോ. അതായത് വലിയ പൊളിറ്റിക്കൽ പാർട്ടിയൊന്നും അല്ല. ഇവരുടെ കമ്മ്യൂണിറ്റി സ്ഥലങ്ങളിൽ മാത്രമാണ് ഇവർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഇവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവരുടെ മതനിയമങ്ങൾ ഇവരുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളാക്കണം. ഇവരുടെ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ISIS അങ്ങനെ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടനകളോ അങ്ങനത്തെ ഉള്ള സംഘടനകളുടെ അതേ ഒരു ആശയങ്ങളാണ്. ബട്ട് ഇവർ എക്സ്ട്രീമിസ്റ്റോ ഇവർ അങ്ങനെ ആൾക്കാരൊന്നും അല്ല. ഇവർ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരു സമാധാനപരമായിട്ടുള്ള മതമെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയോ ഇവരുടെ മതമോ അങ്ങനെ ഒരിക്കലും മറ്റുള്ളവരെ എന്ത് ചെയ്യാനോ മോശമായിട്ട് ചെയ്യാനോ അങ്ങനെ ഒന്നും ഉള്ള സംഭവങ്ങളില്ല. മാത്രമല്ല ഇവരുടെ നിയമങ്ങൾ നമ്മുടെ ബൈബിളിൽ പറയുന്ന, അതായത് ബൈബിളാണല്ലോ ഇവരുടെ, അയൽക്കാരനെ നിന്റെ ശത്രുവിനെ നീ മിത്രമായിട്ട് കാണുക, നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അങ്ങനെയൊക്കെയുള്ള നല്ല നിയമങ്ങളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടുത്തെ വെയിൽ ഒരു രക്ഷയില്ല. പിന്നെ വേറെ ഇവിടെ പട്ടികളെല്ലാം കാണുമ്പോൾ ഓട്ടിക്കും കേട്ടോ. ഞാൻ എത്ര പ്രാവശ്യം നിലവിളിച്ചെന്ന് കേട്ടോ. പട്ടി ഓടി വരുന്നു, നിലവിളിച്ച ആളുകളെല്ലാം എന്നെ നോക്കുന്നു. കാരണം പട്ടി ഓടി വരുമ്പോൾ എനിക്ക് പേടിയാവുന്നു. ഞാനിനി വീട്ടിലോട്ട് വന്നതാണ്, വയ്യ. പോസ്റ്റ് അടിച്ച ഞാൻ ഇവിടുത്തെ ഒരു മോളിലോട്ട് വന്നതാണ്. ഇവിടെയുള്ള ഒരു വലിയൊരു മോളാണ് കേട്ടോ. റോഡ് കണക്ഷൻ ഇല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയൊരു സിറ്റിയാണ് നമ്മുടെ ഇക്വിറ്റോസ്. അവിടെ ഉള്ള ഒരു മോളാണ് ഈ കാണുന്നത്. ഞാൻ വിചാരിക്കുന്ന പോലെ അല്ല, അയ്യോ നല്ല വലിപ്പമുള്ള മോള് കേട്ടോ. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു പരിധി വരെ നല്ല AC കേട്ടോ. ഇവിടെയെന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ്. ആദ്യമായിട്ടാണ് ഇത്ര അത്യാവശ്യം കുറച്ച് AC ഉള്ള ഒരു ഭാഗത്തോട്ട് വന്നത്. നല്ല തണുപ്പുണ്ട് ഇതിൻ്റെ അകത്തായിട്ട്. എൻ്റെ ബോറടി മാറ്റാനായിട്ട് ലൂസ് കോമോസാസ്. ഇവിടെ മോളിൽ എന്തോ സ്ട്രീറ്റ് ആർട്ടിസ്റ്റ് ആണല്ലോ. നമ്മളൊരു പെർഫ്യൂം കടയിൽ വന്നിട്ട് അവൾക്ക് എന്തോ കോവിഡ് ആണെന്ന് തോന്നുന്നു. അവൾക്കൊന്നും സ്മെല് ചെയ്യാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് എന്നെ കൊണ്ട് കാണുന്ന എല്ലാം അടുപ്പിച്ച് സ്മെല് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. നന്നായി കുറേ പെർഫ്യൂം ദേഹത്തായി. ഇവിടെ വന്ന് എല്ലാവരും ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യുവാണ് കേട്ടോ. ഇവിടെ കുറേ സാധനങ്ങൾ ധാരാളം നമ്മുടെ ചൈനീസ് സാധനങ്ങളാണ്. അതിൻ്റെയോടൊപ്പം നമ്മുടെ ഇവിടുത്തെ ഇൻസെൻസ്, നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡുകളുടെ സാധനം, നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ മൈസൂരിൽ നിന്നൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. Palmas para Juanita y Milagros. ഇവിടെ ഒരുത്തം ഇങ്ങനെ കിടന്ന് റോഡിൽ കൂടെ എന്തോ സംസാരിക്കും. ഞാൻ പറഞ്ഞു ഇവ ആരാ എൻ്റെ അടുത്ത് സംസാരിക്കാൻ? കുറെ കഴിഞ്ഞ് ബമീഗോ കോമസ്താസ്. എനിക്ക് മുമ്പ് 3 ദിവസം മുന്നേ ലിഫ്റ്റ് തന്നപ്പോൾ അതിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത്. ഇവിടെ നമ്മുടെ പഴം, ബീൻസ്, ചോറ്, അവിടെ നമ്മുടെ ചിക്കനും ചോറും, ചോറിൻ്റെ അകത്തുള്ള കിഴിച്ചിക്കനാണ് കേട്ടോ. കിഴിച്ചോറാണിത്. ഒരു ചെറിയൊരു തട്ടുകട പോലത്തെ സാധനം. ഇവിടെ ഇതുപോലുള്ള കടകൾ എല്ലായിടത്തും കാണാം.
ഞാനിവിടെ വരുന്ന വഴിയിൽ ഈ കാണുന്നത് കണ്ടോ, അഫ്രോദീത്ത അറ്റൻഷൻ 24 hours. ഇത് പ്രണയിനികൾക്ക് വേണ്ടിയുള്ള ഒരു ഹോട്ടൽ റൂമുകളാണ് കേട്ടോ, മനസ്സിലായല്ലോ, അതുപോലുള്ള ഹോട്ടൽ റൂമുകളാണ്.